പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എനിക്കുണ്ടായിരുന്ന പലതരം കോഴികളെപ്പറ്റി പറയുവാനാണ്. എനിക്ക് ഇവിടെ കരിങ്കോഴി ഉണ്ടായിരുന്നു, ബ്രൗൺ ലെയർ ഉണ്ടായിരുന്നു, സാസോ കോഴി ഉണ്ടായിരുന്നു, അതുപോലെ BV380 കോഴി ഉണ്ടായിരുന്നു. പിന്നെയോ അലങ്കാര കോഴികൾ, തൊപ്പിക്കോഴി, ഇങ്ങനെ പലതരം കോഴികളുണ്ടായിരുന്നു. ഓരോ കോഴികളുടെയും ജീവിതം ഞാൻ പഠിച്ചതിൽ നിന്നും ഏറ്റവും ഇമ്മ്യൂണിറ്റിയുള്ള കോഴി നമ്മുടെ അലങ്കാര കോഴികളാണെന്ന് മനസ്സിലാക്കി. പിന്നെയോ അത് കഴിഞ്ഞ് ഇമ്മ്യൂണിറ്റി ഉള്ളത് കരിങ്കോഴികളും, പിന്നെയുള്ളത് BV380 കോഴികളും, പിന്നെ ബയോമി കോഴികളും, പിന്നെ സാസോ കോഴി വരുന്നുള്ളൂ. ഗ്രാമശ്രീ കോഴികൾക്കും അത്ര വലിയ ഇമ്മ്യൂണിറ്റി ഇല്ല. ഇങ്ങനെ എൻ്റെ നഷ്ടപ്പെട്ട എല്ലാ കോഴികളെയും പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ എല്ലാത്തിനും പക്ഷിപ്പനി വന്നാൽ പല രീതിയിലാണ് എഫക്റ്റ് ആവുന്നത്. ഏറ്റവും ലാസ്റ്റാണ് അലങ്കാര കോഴികളെ എഫക്റ്റ് ചെയ്ത്. അതുങ്ങൾ ചത്തില്ലായിരുന്നു, അതുങ്ങളെ കള്ളിങ്ങിൽ കൊല്ലുകയായിരുന്നു. അങ്ങനെ എൻ്റെ കോഴിക്കൂടും താറാങ്കൂടും കാലിയായി. ഇനി എങ്ങനെ എന്ത് എന്നുള്ള ചിന്തയിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഇവരുടെ കാര്യത്തെപ്പറ്റിയൊന്ന് നിങ്ങളോട് പങ്കുവച്ചാൽ കൊള്ളാമെന്ന് തോന്നി. എല്ലാ കോഴികളും മുട്ടയിടണമെങ്കിൽ 6 മാസം എടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇതുങ്ങളുടെ തീറ്റ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല. നമ്മളുടെ പപ്പരയില, പിന്നെ അതുപോലെ തന്നെ പുല്ല്, ഇതൊക്കെ കൊടുക്കാമെന്ന് എനിക്കറിയില്ലായിരുന്നു തുടക്കത്തിൽ. പക്ഷേ കോഴി വളർന്ന് കുറേ ആയ ശേഷമാണ് ഞാൻ പപ്പരയില കോഴികൾ തിന്നുമെന്ന് മനസ്സിലാക്കിയത്. കോഴികൾ നല്ല അടിപൊളിയായിട്ട് പപ്പരയില തിന്നും. പിന്നെയോ നമ്മൾ പുല്ല് അരിഞ്ഞിട്ട് തീറ്റയുമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അതുങ്ങൾ നന്നായി തിന്നും. അങ്ങനെ നമുക്ക് തീറ്റ ചിലവ് കുറയ്ക്കാം. തീറ്റ ചിലവ് കുറയ്ക്കാനുള്ള മിഷൻ വന്നപ്പോഴേക്കും എൻ്റെ കോഴികളെല്ലാം പോയിരുന്നു. ഇനി എങ്ങനെ എന്ത് എന്നുള്ള ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി പക്ഷിപ്പനിക്കാലം കഴിയാതെ എനിക്ക് വളർത്താൻ പറ്റില്ലല്ലോ. വളർത്താൻ പറ്റുന്നതിനെ പറ്റിയുള്ള ചിന്തയിലാണ് ഞാനിപ്പോൾ. ഇനിയും വളർത്താൻ പറ്റിയാൽ ഞാൻ അടിപൊളിയായിട്ട് കോഴികളെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു എവരിവൺ. താങ്ക് യു ഫോർ വാച്ചിങ്.